കാറ്റത്ത് കിളിക്കുണ്ടേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സുധീഷ് സംസാരിക്കാമെന്നാണ് പറയുന്നത് സുഭാഷിൻ്റെ പെണ്ണിൻ്റെ വീട്ടുകാരോട്. അപ്പോൾ ആദ്യം തന്നെ അവർ എതിർക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയണ്ട, അപ്പോൾ പിന്നെ ഈ ബന്ധം അവർ വേണ്ടാന്ന് വയ്ക്കും. പിന്നെ പോടാ അങ്ങനെയൊന്നുമില്ല, എനിക്ക് പറയാൻ അറിയാമെന്ന് പറയും. എന്നാ പറയുന്ന പറയും. അപ്പോൾ പറയണല്ലോ ഇങ്ങനെ കൊഞ്ചി കൊഴിയുന്ന പോലെ ഇത്തിരി പൊങ്ങച്ചത്തിലൊക്കെ പറയുന്നത് കണ്ട, ഇതിന് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയണ്ട. നിങ്ങൾ പറയാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും: എനിക്കൊരു ടൗണിൽ ഒരു ട്രാവൽ ഏജൻസി ഉണ്ട്, എൻ്റെ ചേട്ടൻ ആർക്കിടെക്റ്റാണ്, എൻ്റെ അനിയന്മാർ BEdന് പഠിക്കുന്നു. അതൊക്കെ പറയാനല്ലേ, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. എന്നാൽ ഹരീഷിനോട് പറയാൻ പറയും. ഹരീഷ് പറയും, അയ്യോ ചേട്ടത്തി, എനിക്ക് അതിനുള്ളൊരു ഇതൊന്നുമില്ല, എനിക്ക് പേടിയാണ് സംസാരിക്കാൻ. പിന്നെ എന്ത് ചെയ്യും? എന്നാൽ നമുക്ക് അച്ഛനെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് പറയും. അപ്പം പിന്നെ കല്യാണമേ വേണ്ടാന്ന് വെച്ചോളാൻ പറയും നികേഷ്. ഒരു കാര്യം ചെയ്യും, ഏട്ടത്തി സംസാരിക്കുക ആദ്യം. ഞാൻ സംസാരിച്ചാൽ എന്ന് പറയും, ഒരു കുഴപ്പമില്ല. നീ സംസാരിക്കുകയെന്ന് പറയും. പെണ്ണുങ്ങൾ സംസാരിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ശരി സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ വിളിക്കുന്നു ആ നമ്പറിലേക്ക്. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛനാണ് ഫോൺ എടുക്കുന്നത്. ബാലകൃഷ്ണൻ എന്നാണ് പേര് പറയുന്നത്. അപ്പോൾ അയാൾ വിവരങ്ങളൊക്കെ പറയും. അപ്പോൾ നിങ്ങളാരാ സംസാരിക്കണേന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ നിധി പറയണേ, ഞാനേ സുഭാഷിൻ്റെ അനിയൻ്റെ ഭാര്യ നിധി എന്ന് പറയും. അപ്പോൾ അച്ഛനില്ലേന്ന് ചോദിക്കും. അച്ഛനുണ്ട്, അച്ഛൻ പുറത്ത് പോയേക്കണ്. അച്ഛന് ഞങ്ങൾ എന്നാ വരുന്നതെന്ന് പറയാൻ അച്ഛനെ കൊണ്ട് വിളിപ്പിക്കാമെന്ന് പറയും. ശരി എന്നാ പറയും. അങ്ങനെ ഫോൺ വയ്ക്കുന്നു. അതിനുശേഷം നമ്മുടെ സുഭാഷ് പെട്ടെന്ന് അകത്തേക്ക് കയറി വരും. എന്താ ഇവിടെ ഒരു ചർച്ച എന്ന് പറയും. ഒന്നുമില്ല എന്നറിയും. അല്ലല്ലോ, എന്നെ കണ്ടപ്പോൾ നിങ്ങൾ ചർച്ച നിർത്തിയതെന്ന് പറയും. ഞങ്ങൾ ചർച്ച ചെയ്യുന്നോടത്തേക്ക് ഏട്ടൻ എന്തിനാ വന്നതെന്ന് ചോദിക്കും ഹരീഷ്. സത്യം പറ, എന്താ മോളെ നിധി, എന്താ പ്രശ്നം എന്ന് ചോദിക്കും. ഒന്നുമില്ല ഏട്ടാ, ഇവരോരോ തമാശകൾ പറഞ്ഞാണ് സുഭാഷ് ഏട്ടാ, ചേട്ടൻ പൊക്കോളാൻ പറയും. സുഭാഷ് പോയി അകത്ത് പോയി ഒരു കവറൊക്കെ എടുത്ത് മാർക്കറ്റിൽ പോകാൻ വേണ്ടി ഇറങ്ങി പോകും. അങ്ങനെ നമ്മുടെ ഭാസ്കരൻ വരും. സുഭാഷ് ഏട്ടനൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്, അപ്പോൾ അച്ഛനൊന്ന് സംസാരിക്കണം അവരോടെന്ന് പറയും. അത് ശരി, ഞാനെന്തിനാ സംസാരിക്കുന്നത്? നിങ്ങളൊക്കെ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് വന്നതല്ലേ, എന്നിട്ട് സംസാരിക്കാൻ ഞാനോ എന്ന് പറയും. ഇതെന്നെ പറഞ്ഞത് ഇങ്ങോരെ വിളിച്ചാൽ ശരിയാവില്ല എന്ന്. ബാക്കി 3 പേര് എതിർത്തതേ മിണ്ടാണ്ടെന്നോ. ഞാനാണ് ഈ പറയണത് നികേഷേ, ഹരീഷേ, ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളാരും മിണ്ടരുതെന്ന് പറയും. അങ്ങനെ നിധി കാര്യങ്ങൾ പറയാൻ പോകും. മാട്രിമോണിയിൽ നിന്നെന്ന് പറയും. അതല്ലേ പറഞ്ഞത്, നിങ്ങളോടും കൂടി ആലോചിച്ച് നിങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചോ, ഞാൻ എന്തിനാണെന്ന് ചോദിക്കും ഭാസ്കരൻ. അച്ഛനോടും കൂടിയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ വരുമൊന്നും മിണ്ടാണ്ട് നിൽക്കാമെന്ന് പറയും. നിധി പറഞ്ഞാൽ പിന്നെ അനിയന്മാരായാലും സുധീഷായാലും പിന്നെ ആരും മിണ്ടില്ലല്ലോ. അങ്ങനെ നിധി സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ പറയും. മാട്രിമോണിയിൽ നിന്ന് ഞാനേ വിളിച്ചുള്ളൂ വെച്ചാൽ വേറെ നമ്മളാരും പോയി കണ്ടിട്ടൊന്നുമില്ല, അപ്പം അച്ഛൻ സംസാരിക്കണം അതിൻ്റേതായ രീതിയിൽ എന്ന് പറയും. എന്നാൽ പിന്നെ അങ്ങനെ ഞാനായിട്ടൊരു തടസ്സം നിൽക്കണില്ല എന്ന് പറയും. ഞാൻ സംസാരിക്കാമെന്ന് പറയും. അച്ഛനെ എങ്ങനെ സംസാരിച്ച് കൊള്ളാക്കരുതിട്ടാന്ന് പറയും. നീ എന്നെ ട്യൂഷൻ എടുക്കണോ? എനിക്കറിയാം സംസാരിക്കാനൊക്കെ അറിയാം. ബെസ്റ്റ് എന്ന് പറഞ്ഞ അനിയന്മാർ രണ്ടുപേരും തിരിഞ്ഞ് നിൽക്കും. ഒരു കാര്യം ചെയ്യാം, ഞാനും നികേഷും കൂടി സംസാരിക്കാം, അച്ഛനൊന്ന് കേൾക്ക്, അതേപോലെ പറയാൻ പറയും. അങ്ങനെ നികേഷ് പെണ്ണിൻ്റെ അച്ഛനാവും, നിധി ഇവിടുത്തെ അച്ഛനായി. അങ്ങനെ സംസാരിക്കുന്നല്ലോ, ഞാൻ ഭാസ്കരനാണ്, എൻ്റെ മകന് മാട്രിമോണിയിൽ നിന്നൊരു കല്യാണാലോചന വന്നില്ലേ, അത് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നാണ് പെൺകുട്ടിയെ ഒന്ന് കാണാൻ വരേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ നല്ലതായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ നിന്ന് നികേഷൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയും. അങ്ങനെ നികേഷിനെ കാണുമ്പോൾ ഭാസ്കരൻ ഭയങ്കര ചിരി, മഞ്ഞത്താവളം ഇരിക്കുന്ന കണ്ടിട്ട് ചിരി വന്നിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരി. എൻ്റെ മോളെ, ഇത്രയും പറയാനാണെങ്കിൽ എനിക്ക് ഒരു ക്ലാസ്സിൻ്റെ ആവശ്യമില്ല, ഞാൻ നമ്പർ ഇങ്ങനെ ഡയൽ ചെയ്തായോ, ഞാൻ സംസാരിക്കാമെന്ന് പറയും. നിധി വളരെ ആശങ്കയോടെ നമ്പർ ഡയൽ ചെയ്ത് കൊടുക്കണം. എന്താ സംഭവിക്കാമെന്ന് ഒരു പിടുത്തമില്ലേ, അതുകൊണ്ട് എന്താ ഭാസ്കരൻ പറയാമെന്നറിയില്ലല്ലോ. അങ്ങനെ നമ്പർ എടുത്ത് കൊടുക്കും. വിളിക്കുന്നു. ഹലോ പറയുന്നുണ്ട്, ഞാൻ ഭാസ്കരൻ, മൈ നെയിം ഈസ് ഭാസ്കരൻ എന്നൊക്കെ ഇംഗ്ലീഷിലാണ് പറയുന്നത്. അപ്പോൾ അപ്പുറത്തുനിന്ന് മലയാളമാണ് ഫുള്ളും. ആളങ്ങോട്ട് ഞെട്ടിത്തിരിച്ചിരിക്കുന്നു. ഇങ്ങനെ വിവരങ്ങളൊക്കെ പറയും. എൻ്റെ മകന് നിങ്ങളുടെ മകളെ ആലോചന വന്നു, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഒക്കെ ഇംഗ്ലീഷിലാണ് പറയുന്നത് ഭാസ്കരൻ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി, എൻ്റെ മരുമകൾ ഇന്ന് രാവിലെ വിളിച്ചിരുന്നു നിധി, അപ്പോൾ ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ എപ്പോഴാണ് വരേണ്ടത്, എങ്ങനെയാണ് വരേണ്ടത്, എത്ര മണിക്കാണ്, അതൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്നൊക്കെ പറയും. അപ്പോൾ അവിടെ നിന്ന് പറയും, നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വന്നോന്ന് പറയും. എന്നാൽ ശരി ഞങ്ങൾ നാളെ വരാമെന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കും. അപ്പോൾ അപ്പുറത്തുനിന്ന് പറയും, ഇത് നല്ല മനുഷ്യൻ എന്ന്. നിധിക്കൊക്കെയെങ്കിൽ ഭയങ്കര ഇഷ്ടമായി അച്ഛൻ സംസാരിച്ചത്, നല്ല സ്റ്റാൻഡേർഡോട് കൂടി തന്നെ.
ഇംഗ്ലീഷും അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മോളെ ഞാനേ ഈ ലോറി ഓടിച്ച് ലോകം മുഴുവൻ നടന്ന് ബിസിനസ് പിടിച്ചിട്ടുള്ള ഒരാളാണ്, എനിക്ക് സംസാരിക്കാനൊക്കെ അറിയാമെന്ന് പറയും. അച്ഛാ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അപ്പം നിധി മറുപടി പറയില്ല, പക്ഷെ പകരം കൈയടിക്കും. നിധി കൈയടിച്ചപ്പോൾ അനിയന്മാരും കൂടി കൈയടിക്കും. ആ ആ ഓക്കെ ഓക്കെ എന്ന് പറയും. അങ്ങനെ അവർ ഭയങ്കര സന്തോഷമാവും. അതിന് ശേഷം സുഭാഷ് വരുന്നുണ്ട്. അപ്പോൾ സുഭാഷിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോൾ ഭാസ്കരൻ പുറത്തിരിക്കുന്നു. അപ്പോൾ സുഭാഷിനോട് നിധിന് പറയുന്നത് കേട്ടാ, ഞങ്ങളാണ് ഇത് കൊടുത്തത്, നമുക്കൊന്ന് പോയി കണ്ടാൽ മതി, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാമെന്ന് പറയും. അങ്ങനെ സുഭാഷ് ഒരുപാട് വേണ്ടാന്ന് പറയും. അപ്പോൾ ഇതിന് മുന്നൊക്കെ നമ്മൾ എന്തോരം പെണ്ണ് കാണാൻ പോയിട്ടുണ്ട് എന്ന് ഹരീഷ് ചോദിക്കും. അതെന്താ പിന്നെ ചേട്ടന് ഇപ്പം ഇതിങ്ങനെ ഒരു പ്രത്യേകത പറയാൻ കാരണം? അത് ശരിയാവില്ല, എന്ത് പറഞ്ഞാലും ശരിയാവില്ല, ഇത് നടത്തിയേ പറ്റൂ എന്ന് പറയും. അപ്പോൾ ഇത് സുനന്ദര കല്യാണത്തിന് മുന്നോ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ അന്നോ നടത്താനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയണതെന്നും എൻ്റെ മനസ്സിൽ സുനന്ദര കല്യാണം നടന്നാൽ വിഷമം ഉണ്ടാവുമെന്നും വിചാരിച്ചിട്ടാണ് അനിയന്മാരും അനിയത്തിയൊക്കെ കൂടി ഇങ്ങനെ ചെയ്യണതെന്ന് സുഭാഷിന് മനസ്സിലായി. അങ്ങനെ എന്താണെങ്കിലും ആയും കുഴപ്പമില്ല. അങ്ങനെ അനിയന്മാരുടെയും നിധിയുടെയും സന്തോഷത്തിന് സുഭാഷ് എസ് മൂളാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം എല്ലാവരും റെഡിയായി നിൽക്കണം. അപ്പോൾ നിധിയാണെങ്കിൽ സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായി വരികയാണ്. അപ്പം നിധിനെ കണ്ടപ്പോൾ സുധീഷിൻ്റെ കണ്ണ് തള്ളിപ്പോവും. നിധി താൻ സാരിയിൽ നല്ല സുന്ദരിയാണ് കേട്ടോ എന്ന് പറയും. അതിന് നിൽക്കും, അതിനൊന്നുമില്ല എന്ന് പറയും. പിന്നെ സുധീഷിനാകെ ചമ്മലാവും. അപ്പോൾ ഇതിന് നികേഷ് പറയും, ഏട്ടത്തി എന്ന് പറയും. എന്താണെന്ന് ചോദിക്കും. ഏട്ടത്തി സാരി കൊടുത്തപ്പോൾ കൂടുതൽ സുന്ദരിയായിട്ടോ എന്ന് പറയും. അപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞ് ചിരിക്കും. ഓ അപ്പോൾ അവന് മാത്രമേ ഉള്ളല്ലേ അഭിനന്ദനങ്ങൾ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നു. അപ്പോൾ ഭാസ്കരൻ ഇങ്ങനെ പറയുന്നുണ്ട് സുഭാഷിനോട്, ദേ കഴിഞ്ഞ തവണത്തെ പോലെ കൊളാക്കരുതിട്ടാ, ചായ ബിസ്ക്കറ്റ് ലഡു അതൊക്കെ ഉണ്ടാവും, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണം. എന്താണെന്ന് ചോദിക്കും. ഒന്നുമില്ല, ഇവൻ്റെ കാര്യം പറഞ്ഞാന്ന് പറയും. ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾ വാ എന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് യാത്രയാവണം. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലെത്തുമ്പോൾ അച്ഛൻ അവരെ ഓടി വന്ന് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യയുടെ പേരൊക്കെ എടുത്ത് വിളിക്കുന്നുണ്ട്. സുമതി ദേ അവർ വന്നു, വേഗം വായോ എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്നു. പെണ്ണിൻ്റെ അച്ഛനും ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന്, ഇതെൻ്റെ മൂത്തൻ, എനിക്ക് 4 മക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ, സുഭാഷ്, സുധീഷ്, നികേഷ്, ഹരീഷ്, അങ്ങനെ പറയും. അങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ഇതെന്ന് ചോദിക്കുമ്പോൾ ഇതെൻ്റെ മരുമകളാണെന്ന് പറയും. സുധീഷിൻ്റെ ഭാര്യ എന്ന് പറയും. അപ്പോൾ എന്താ ചേട്ടൻ നിൽക്കുമ്പോൾ അനിയൻ വിവാഹം കഴിച്ചേ എന്ന് ചോദിക്കും. അപ്പോൾ ഭാസ്കരന് പറയാൻ മറുപടിയില്ല, കാരണം എന്തെങ്കിലും പറഞ്ഞാൽ നിധിക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് അറിയാത്ത കാരണം കൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് പരുങ്ങും, നികേഷും ഹരീഷും ഒക്കെ. അപ്പോൾ നമ്മുടെ നിധി എന്നെ അങ്ങോട്ട് ആ ഭാഗം അങ്ങോട്ട് കൈകാര്യം ചെയ്യുന്നത്, ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു, എൻ്റെ വീട്ടിൽ ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വിവാഹം കഴിച്ചാണെന്ന് പറയും. അത് കേട്ടപ്പോൾ നമ്മുടെ സുധീഷിനെ അങ്ങോട്ട് ലോട്ടറി അടിച്ച പോലത്തെ സന്തോഷം. അപ്പോൾ അവളെല്ലാവരെയും അംഗീകരിച്ചു. എന്നെ മാത്രത്തിൽ അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ, എന്നാലും സാരില്ല. അച്ഛൻ, ഏട്ടൻ, അനിയന്മാർ, ഇപ്പം സുധീഷിൻ്റെ ഭാര്യ, അങ്ങനെയുള്ള സ്ഥാനങ്ങളൊക്കെ നിധി മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് നമ്മുടെ ഹരീഷിനല്ല, സുധീഷിന് മാത്രമല്ല അനിയന്മാർക്കും. അത് കേട്ടപ്പോൾ നല്ല സന്തോഷം തന്നെയാണ്. അങ്ങനെ അവർ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നതോടെയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.